വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. നിങ്ങൾ NOSന്റെ +2 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരാണോ? എങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് സോഷ്യോളജി എന്നുള്ളത്. ആ സോഷ്യോളജിയിലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് മൂന്നാമത്തെ ചാപ്റ്റർ എന്നുള്ളത്. അല്ലെ, സോഷ്യോളജി ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ അതർ സോഷ്യൽ സയൻസ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ. എന്നുവെച്ചാൽ സാമൂഹ്യ ശാസ്ത്രം മറ്റ് സാമൂഹിക ശാസ്ത്രങ്ങളുമായുള്ള അതിന്റെ ബന്ധങ്ങളെ കുറിച്ചാണ്, മറ്റു ശാസ്ത്രങ്ങളുമായുള്ള സാമൂഹിക ശാസ്ത്രത്തിന്റെ ബന്ധത്തെക്കുറിച്ചാണ് മൂന്നാമത്തെ ചാപ്റ്റർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ആദ്യ രണ്ട് പാഠങ്ങൾ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ അർത്ഥവും വ്യാപ്തിയും അതിന്റെ ചരിത്രവും അല്ലെ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു, പഠിച്ചു. ഈ പാഠത്തിൽ അല്ലെ സോഷ്യോളജിയും മറ്റ് സോഷ്യൽ സയൻസുകളും തമ്മിലുള്ള ബന്ധങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോഷ്യോളജി പറയുമ്പോൾ മറ്റ് സോഷ്യൽ സയൻസുകൾ എന്ന് പറയുമ്പോൾ ചരിത്രം, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സുകൾ അല്ലെ, സാമ്പത്തിക ശാസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ഏത് സൈക്കോളജി അല്ലെ, അതുപോലെ തന്നെ ഏത് ആന്ത്രോപോളജി അല്ലെ, നരവംശ ശാസ്ത്രം. ഇതെല്ലാം സോഷ്യോളജിയുമായിട്ട് ഉള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, സോഷ്യോളജിയുമായിട്ട് മറ്റു ശാസ്ത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ബന്ധമാണ് ഏത് ശാസ്ത്രവുമായിട്ടൊരു ബന്ധമാണ്? ഹിസ്റ്ററിയുമായിട്ടുള്ള ബന്ധമാണ്. സോഷ്യോളജിക്ക് ഹിസ്റ്ററിയുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് ആദ്യമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, സോഷ്യോളജി എന്ന് പറയുമ്പോൾ അത് വർത്തമാനകാല സംഭവങ്ങളെ കുറിച്ച് പറയുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ് സോഷ്യോളജിയിൽ എന്ത് വരില്ല, അതിൽ എന്തില്ല, ഹിസ്റ്ററി എന്തില്ല, വല്ലാണ്ട് ഉൾക്കൊള്ളിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് എന്താണ്, സാമൂഹ്യശാസ്ത്രം ഏറ്റവും പുതിയതായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ എന്താണ് വരുന്ന കാര്യങ്ങളെ മാത്രം എന്താണ് ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് ഇത് സോഷ്യോളജി എന്നുള്ളത്. പക്ഷേ നമുക്ക് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴോ, ആ അത് ഹിസ്റ്ററി ചർച്ച ചെയ്യുന്നത് ഭൂതകാല പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ സംഭവങ്ങളെയാണ്, കഴിഞ്ഞു പോയ സംഭവങ്ങളെയാണ് ഹിസ്റ്ററി എന്നത് ചർച്ച ചെയ്യുന്നത്. ഏത് സംഭവത്തെയും സമഗ്രമായിട്ട് ഹിസ്റ്ററി എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ അതിൽ തമ്മിലുള്ള സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ചരിത്രം എന്നുള്ളത് സമൂർത്തമാണ് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചരിത്രം ഏത് സംഭവത്തെ എന്ത് ചെയ്യും, സമഗ്രമായിട്ട് എന്ത് ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് സമൂഹത്തിലെ അംഗങ്ങളെ തമ്മിൽ അല്ലെ, അംഗങ്ങൾക്കും അതുപോലെ തന്നെ വ്യക്തികളെ കുറിച്ച് എന്ത് ചെയ്യുന്നു, പ്രാധാന്യം നൽകിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്ന വിഷയമാണ് ഏത്, സോഷ്യോളജി എന്നുള്ളത് അല്ലെ. നമ്മൾ സൈക്കോളജിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സോഷ്യോളജി എന്താണ്, സമൂഹത്തിലെ അംഗങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെ തമ്മിൽ എന്താണ്, അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രാധാന്യത്തെ എന്ത് ചെയ്യുന്നു, അത് വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്നാൽ എന്താണ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വ്യക്തികളിലുള്ള എന്താണ്, സമൂഹത്തിനുള്ള വ്യക്തികൾക്ക് സമൂഹത്തിനുള്ള സ്വാധീനം എന്ത് ചെയ്യുന്നു, നൽകുന്നു എന്നുള്ളത്. എന്താ വെച്ചാൽ വ്യക്തികളെ കുറിച്ചുള്ള പഠനമാണ് മെയിനായിട്ട് എന്തിൽ വരുന്നത്, സൈക്കോളജിയിൽ വരുന്നത് എന്ന് എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. മനഃശാസ്ത്രം എന്താണ് പഠന വിധേയമാക്കുന്നത്, എന്താണ്, മാനസികപരമായിട്ടുള്ള വ്യക്തികളിലുള്ള മാനസിക വിഷയങ്ങളാണ്. സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള എന്താണ് പ്രശ്നങ്ങളെയാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കാം. അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്, സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിലുള്ള വിഷയം അല്ലെ, അല്ലെങ്കിൽ അവർ തമ്മിൽ രണ്ട് ശാസ്ത്രങ്ങൾ തമ്മിലുള്ള എന്താണ് എന്താണ് ഒരു വിഷയങ്ങളാണ് നമുക്ക് ഇനി അടുത്തത് ചർച്ച ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു, നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പൊളിറ്റിക്സും അതുപോലെ തന്നെ സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ നമുക്കറിയാം, പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ പൊളിറ്റിക്സിൽ മെയിൻ ആയിട്ട് എന്താ ചർച്ച ചെയ്യപ്പെടുന്നത്, രാഷ്ട്രതന്ത്രം അല്ലെ, രാഷ്ട്രതന്ത്രം അല്ലെ, ഭരണകൂടത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്, രാഷ്ട്രീയത്തിൽ നമുക്ക് എന്ത് ചർച്ച ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രാഷ്ട്രതന്ത്രം എന്താണ്, ഗവൺമെന്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു എന്നുള്ളതാണ് പൊളിറ്റിക്സ്. അതുപോലെ തന്നെ ഭരണകൂടം എന്ന ഒരൊറ്റ മാനുഷിക സംഘടനാ രൂപത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഒരു പ്രത്യേക ശാസ്ത്രത്തെയാണ് എന്ത്, പൊളിറ്റിക്സ് എന്നുള്ളത്. അതുപോലെ തന്നെ സംഘടിതമായ സമൂഹത്തെ എന്ത് ചെയ്യുന്നു, സമൂഹങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സോഷ്യോളജി എന്ന് പറയുമ്പോൾ എന്താണ്, അത് സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ. കുടുംബം, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള മതങ്ങളെ കുറിച്ചും വിദ്യാഭ്യാസ കുറിച്ചും ഭരണകൂടങ്ങളെ കുറിച്ചൊക്കെയുള്ള എന്താണ് പഠനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നുള്ളത്. അതുപോലെ തന്നെ സാമൂഹ്യ ജീവികൾ എന്ത് ചെയ്തു, ജീവിയെ കുറിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ സാമൂഹ്യ ജീവിയായ മനുഷ്യനെ എന്ത് ചെയ്യുന്നു, കൈകാര്യം എന്ത് ചെയ്യുന്നു ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കൈകാര്യ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ സാമൂഹിക ശാസ്ത്രം മനുഷ്യന്റെ എന്ത് ചെയ്യുന്നു, മനുഷ്യന്റെ അബോധ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പൊളിറ്റിക്സും സോഷ്യോളജിയും തമ്മിലുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള സോഷ്യോളജി എന്താണ്,
സാമൂഹ്യശാസ്ത്രവും അതുപോലെ തന്നെ പൊളിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. മറ്റൊരു കാര്യമാണ് എന്ത്, ആന്ത്രോപോളജിയും സോഷ്യോളജിയും അല്ലെ. ആന്ത്രോപോളജിയും സോഷ്യോളജിയും എന്ന് പറയുമ്പോൾ സോഷ്യോളജി എന്താണ്, മനുഷ്യ സമൂഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആന്ത്രോപോളജി എന്നുള്ളത് മനുഷ്യനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ. രണ്ടും ഏകദേശം ഒരുപോലെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും മനുഷ്യരെ കുറിച്ച് മാത്രം എന്ത് ചെയ്യുന്നു, ആന്ത്രോപോളജി എന്ത് ചെയ്യുന്നു, മനുഷ്യന്റെ അവന് എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ എവിടെ വന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ സോഷ്യോളജി എന്നുള്ളത് എന്താണ്, ആ സമൂഹത്തെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ലഭിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ അല്ലെ, സോഷ്യോളജിയും അതുപോലെ തന്നെ മറ്റു ശാസ്ത്രങ്ങൾക്കും ഉള്ളിലൂടെ അല്ലെ അവർക്ക് എന്താണ് ആ ഒരു ബന്ധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ സാധിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകളാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്നുള്ളത് അല്ലെ, സോഷ്യോളജിയും അതുപോലെ തന്നെ സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം, അതുപോലെ തന്നെ സോഷ്യോളജിയും ആന്ത്രോപോളജിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം, താരതമ്യങ്ങൾ എന്തെല്ലാം എന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ അതിനുള്ള ആൻസറുകൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തു, രണ്ടും വേർതിരിച്ചുകൊണ്ട് ഏകദേശം നമ്മൾ എന്ത് ചെയ്തു ആ ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളിൽ എന്ത് ചെയ്യാം, ഒന്ന് രണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഈ നമ്മുടെ സോഷ്യൽ ആന്ത്രോപോളജി ഡാഷിൽ നിന്നാണ് പഠനം ആരംഭിച്ചത് എന്ന് വെച്ചാൽ ഈ ഭാഗത്തിൽ നിന്നാണ് പഠനം ആരംഭിച്ചത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയത് ഇന്നാലിന്റെ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ വന്നാൽ അതിന് താഴെ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും ആദിവാസികൾ, അതുപോലെ തന്നെ കാസ്റ്റസ് അല്ലെ, ജാതികളിൽ നിന്ന്, അതുപോലെ തന്നെ സോഷ്യോളജിയിൽ നിന്ന്, അതുപോലെ തന്നെ നരവംശ ശാസ്ത്രം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം തന്നെ സോഷ്യൽ ആന്ത്രോപോളജി എന്നുള്ള പഠനം സ്റ്റാർട്ട് ചെയ്ത് എവിടുന്നാണ്, ആദിവാസികളിൽ നിന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻസ് ഉള്ളത് സ്വഭാവത്തിൽ എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് അല്ലെ, സ്വാധീനം പഠിക്കാൻ ഏറ്റവും താല്പര്യമുള്ള വിഷയം ഏത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം സോഷ്യോളജി, അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് സൈക്കോളജി, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ലിറ്ററേച്ചർ, സാഹിത്യത്തെ കുറിച്ച്. അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്നുള്ളത് ഏറ്റവും പഠിക്കാൻ സ്വഭാവത്തിൽ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്നത് സ്വാധീനം പഠിക്കാനുള്ളത് ഏറ്റവും താല്പര്യമുള്ള വിഷയം എന്നുള്ളത് മനഃശാസ്ത്രമാണ് എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ ആൻസർ എന്ന് വെച്ചാൽ സൈക്കോളജി എന്നുള്ളതാണ്. സോറി, സൈക്കോളജി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാം, എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള വിശദീകരിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തുണ്ടാവും നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ അല്ലെ, ഇതിൽ ധാരാളം ക്വസ്റ്റ്യനുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ കൊടുക്കുന്നുണ്ട്. അത് നാഷണൽ അക്കാദമിയുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പാഠത്തിന്റെ എല്ലാം ക്ലാസ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള നോട്ടുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ആപ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ +2 പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, തീർച്ചയായിട്ടും നാഷണൽ അക്കാദമിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക.